ബോസ് മലയാളം സീസൺ 7 ലെസ്ബിയൻ കപ്പിൾസിനെ റെപ്രസെൻ്റ് ചെയ്ത് കൊണ്ടുവന്ന ആദില നൂറ. ഈ പറഞ്ഞ ആദിലയും നൂറയും കുറിച്ച് ലക്ഷ്മി ഇവരെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള പല പ്രേക്ഷകരും ആദിലയും നൂറയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു അല്ലേ. കാരണം അവരും നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരാണ്. നമ്മൾക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ എല്ലാ സമത്വവും അവർക്കും കിട്ടണം എന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറയുന്നു, ലക്ഷ്മി പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി ആദില അനീഷിനെ എത്രത്തോളം ട്രിഗർ ചെയ്യുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കാണുന്നുണ്ടല്ലേ. ഒപ്പം നൂറയുമുണ്ട്. എങ്കിൽ കൂടി നൂറയെ അപേക്ഷിച്ച് ആദില ചെറുപ്പിക്കലിൻ്റെ തെമ്മാടിത്തരത്തിൻ്റെ പീക്ക് ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് പറയാതിരിക്കാനാവില്ല. അതായത് ഇന്ന് അനീഷിനെ ആദില ട്രിഗർ ചെയ്യുന്ന പ്രൊവോക്ക് ചെയ്യുന്ന ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് അനീഷ് ആദിലയോട് പറയുകയാണ്, ആദില കുറച്ചധികം നേരമായാലും ഞാനിവിടെ വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ആദില പറയുന്നത് ഇയാളുടെ തരത്തിൽ പോയി കളിക്കാടോ. അപ്പോൾ അനീഷ് പറയുന്നുണ്ട് പാത്രം കഴുകി പോയിട്ട് ആദില എന്നുള്ളത്. അപ്പോൾ ആദില വീണ്ടും അനീഷിനോട് പറയുകയാണ് പോടോ താൻ എന്നത്. ശേഷം അനീഷ് ആദിലയോട് പറയുന്നുണ്ട് ആദിലയ്ക്ക് ഇപ്പോൾ പാത്രം കഴുകാൻ പോവാൻ പറ്റുമോ ഇല്ലയോ എന്നത്. അപ്പോൾ അതിൽ ഒന്നും തന്നെ പറയുന്നില്ല. അതിനുശേഷം ഒരുമാതിരി വൃത്തികെട്ട പരിപാടി കാണിക്കണ്ട, ഇയാൾ പോവാൻ നോക്ക് എന്നത്. അപ്പോൾ അനീഷ് വീണ്ടും പറയുന്നുണ്ട് ഓക്കെ ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോകുന്നു. അതിനുശേഷം കാണിക്കുന്ന ആദില ചെയ്യുന്ന പ്രവർത്തികൾ എനിക്കിതിനെ ഒരിക്കലും ഒരു ട്രിഗറിങ് എന്നോ അല്ലെങ്കിൽ ഒരു പ്രൊവോക്കിംഗ് എന്നോ അല്ലെങ്കിൽ ഇതൊരു സ്ട്രാറ്റജിയാണ്, ഗെയിമാണ് എന്നുള്ളതൊന്നും വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. അതായത് ശുദ്ധ തെമ്മാടിത്തരം, തന്തയില്ലായ്മ തരം എന്ന് മാത്രമേ ഞാനിതിനെ ഈ ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിനുശേഷം ആദില നേരെ അവിടെ കിടക്കുന്ന പില്ലോയും ബെഡ്ഷീറ്റും എല്ലാം വലിച്ചു വാരി എറിയുന്നു. തൻ്റെ ദേഷ്യം പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ. ആ സമയത്ത് നൂറ പറയുന്നുണ്ട് ആദില അങ്ങനെയൊന്നും ചെയ്യരുത്, നീ ഇങ്ങോട്ട് വായോ എന്നുള്ളത്. ശേഷം അനീഷ് പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുന്ന അവിടേക്ക് പോയിട്ട് ആ വേസ്റ്റ് വെള്ളം മൊത്തം എടുത്ത് സിങ്കിലേക്ക് ഒഴിച്ചു കഴിയുന്നു. ആ വേസ്റ്റ് വെള്ളത്തിൻ്റെ ആ വെള്ളം മുഴുവൻ അനീഷിൻ്റെ മുഖത്തേക്കാണ് സ്പ്രെഡ് ആവുന്നത്, തെറിക്കുന്നത്. അതിനുശേഷം ആ വേസ്റ്റ് വെള്ളത്തിൽ കൈ മുക്കിക്കൊണ്ട് അനീഷിൻ്റെ മുഖത്തേക്ക് ആ കൈ മൊത്തം കുടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളം മുഴുവൻ അനീഷിൻ്റെ മുഖത്താവുന്നുണ്ട്. ആദിലയ്ക്ക് ഇത്രത്തോളം എന്തുകൊണ്ടാണ് അനീഷിനോട് ഈ ഒരു വ്യക്തിവൈരാഗ്യം വരാൻ കാരണം എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഇതിനൊരു ഗെയിം എന്നോ അല്ലെങ്കിൽ ഒരു ടോം ആൻഡ് ജെറി കോംബോ എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിൽ ചെയ്യുന്ന ഈ ഒരു കാര്യത്തെ എനിക്ക് അങ്ങനെയൊന്നും എടുക്കാൻ സാധിക്കുന്നില്ല. ഇത് വ്യക്തമായി പറഞ്ഞാൽ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട്, വ്യക്തിവൈരാഗ്യം വെച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് നേരെ ആഞ്ഞടുക്കുകയാണ് എന്നത് മാത്രമാണ്. ഇന്നലെ ആ ഒരു BB ജ്യൂസ് ഫാക്ടറി ടാസ്കിനിടയിൽ വെള്ളം മൊത്തം ഒഴിച്ചു കളയുന്നുണ്ടല്ലോ, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം നൂറയും അത് ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ആദിലയുടെ അത്രത്തോളം നൂറ ചെയ്യുന്നില്ല. അതാണൊരു വാസ്തവം. സത്യത്തിൽ ലക്ഷ്മി പറഞ്ഞത് എത്രയോ യാഥാർത്ഥ്യമാണോ എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. ആദിലയും നൂറയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരെന്ന് പറഞ്ഞത് അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ സ്നേഹിച്ച് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത വലിയൊരു വിഭാഗം പ്രേക്ഷകരെ കൊണ്ട് തന്നെ അത് തിരുത്തി ഇപ്പോൾ ആദില ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരം. അതെന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാൻ സാധിക്കുന്നില്ല. ആദിലയുടെ ഗെയിം ഇങ്ങനെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആദിലയുടെ ഗ്രാഫ് പക്കാ താഴോട്ട് വരും. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് നിങ്ങളിവരെ വീട്ടിൽ കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റും എന്ന് പറഞ്ഞത് ആദിലയെയും നൂറയെയും വീട്ടിൽ കയറ്റി താമസിപ്പിക്കും എന്നതല്ല. അവരെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിറ്റി, അവരെ ഫേവർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്കുള്ള പൂർണ്ണ പിന്തുണയാണ് ലാലേട്ടൻ പ്രഖ്യാപിച്ചത്. എന്നാൽ അതിനുശേഷമുള്ള ആദിലയും നൂറയും മറ്റൊരു മുഖമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ മുഖം തന്നെയായിരുന്നു. അതായത് വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വന്നു പോയതിന് ശേഷം ആദിലയുടെ സംഹാര താണ്ഡവമായിരുന്നു, അനീഷിനെതിരെയുള്ള ആദിലയുടെ സംഹാര താണ്ഡവമായിരുന്നു നമ്മൾ ലൈവിലും എപ്പിസോഡിലും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആദില യാതൊരുവിധ റെസ്പെക്റ്റും കൊടുക്കാതെ വല്ലാത്ത രീതിയിൽ അങ്ങ് പ്രൊവോക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അനീഷിനെ ചൊറിഞ്ഞ് ആ ഒരു വ്യക്തി എങ്ങനെയെങ്കിലും പ്രതികരിച്ച് വല്ല ഫിസിക്കൽ അസോൾട്ടിലോട്ടൊക്കെ എത്തിക്കണം എന്നുള്ള ആ ഒരു രീതിയിലാണിപ്പോൾ അതിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സത്യത്തിൽ അനീഷ് തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ഉറച്ച വിശ്വാസം അല്ലെങ്കിൽ തിരിച്ചൊന്നും പറയില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അതിൽ ഇത്തരത്തിൽ ബിഹേവ് ചെയ്തത്. ആ വീട്ടിലെ മറ്റേതെങ്കിലും കണ്ടസ്റ്റൻസിനോടാണ് അതിൽ ഇത്തരത്തിൽ പെരുമാറിയത് എന്നുണ്ടെങ്കിൽ അവരുടെ തനി സ്വരൂപം ആദില കാണുമായിരുന്നു. പക്ഷെ അനീഷ് തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ആ ഒരു ഉത്തമ ബോധ്യം, അത് തന്നെയാണ് ഇവർക്കൊക്കെയുള്ള ഒരു മുതൽക്കൂട്ട് അല്ലെങ്കിൽ ഒരു മുതലെടുപ്പ് എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് ഈ ഒരു കാര്യം കാണുന്ന സമയത്ത്
ബിഗ് ബോസ് മലയാളം സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോട് റിയാസ് ചെയ്തിരിക്കുന്ന ഒരു ഗെയിം, ആ ഒരു ഗെയിം ഉണ്ടായതിൽ ഏകദേശം അതിനോട് ചെറിയൊരു രീതിയിൽ, ഒരുപാട് അങ്ങോട്ടില്ല, പക്ഷേ ചെറിയൊരു രീതിയിലുള്ളൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ട്. പക്ഷേ റിയാസ് ഡോക്ടർ റോബിനോട് ചെയ്തിരിക്കുന്നത് അതൊരു ഗെയിമാണ്. അത് പ്രേക്ഷകരിലെ വലിയൊരു വിഭാഗം പ്രേക്ഷകർ ആസ്വദിച്ചിരുന്നു. എങ്കിൽ അതിലിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. അതിൽ ഇത്തരത്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇനി അധികം ദിവസം ബിഗ് ബോസ് എന്നുള്ള ഈ ഒരു ഷോയിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം വ്യക്തിവൈരാഗ്യം വെച്ചുകൊണ്ടും പേഴ്സണൽ ഗഡ്ജ് വെച്ചുകൊണ്ടും ഒരു വ്യക്തിക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പറയുന്ന പ്രേക്ഷകർ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ എല്ലാം കാണുന്നുണ്ട് എന്നുള്ളത് അതിലെ മറക്കുന്നതാണോ അതോ ഓർമ്മയുണ്ടായിട്ടും അത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നതാണോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു സംഭവം ഇപ്പോൾ ലൈവിൽ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും.